നമസ്കാരം. ഇന്ന് നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി ഒരു കോളിഫ്ലവർ നമ്മൾ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ നമുക്കിതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇനി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് ഒരു 3 മിനിറ്റ് കൂടെ തിളപ്പിക്കാം. ഇതൊന്ന് തിളച്ച് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളം വാർന്നു പോകാനായി ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 3 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി എന്നിവ മിക്സിയിൽ അടിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. കോളിഫ്ലവർ നമ്മൾ ഉപ്പ് ചേർത്ത് തിളപ്പിച്ചതുകൊണ്ട് പാകത്തിന് അല്പം ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് മൈദമാവ് എന്നിവ എടുത്ത് ഇതിലേക്ക് വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാം. ഇനി നമുക്ക് സോസ് എടുക്കാം. 3 ടീസ്പൂൺ ചില്ലി സോസ്, 3 ടീസ്പൂൺ സോയാ സോസ്, 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു ചെറിയ സവാള അരിഞ്ഞത്, മല്ലിയില, സ്പ്രിംഗ് ഒണിയൻ, ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് എന്നിവ എടുക്കാം. ഇനി കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനേക്കാൾ സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിലോ ഉപയോഗിക്കുന്നതാവും നല്ലത്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമ്മൾ തയ്യാറാക്കിയ മാവിൽ മുക്കി എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആവുമ്പോൾ അതിനെ നമുക്ക് മറിച്ചിടാം. ഇത് നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇതിനെ കോരി മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത എണ്ണയിൽ കുറച്ച് ഇതിലേക്ക് മാറ്റാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയനും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവും സോസും ചേർക്കാം. ഇത് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ എരിവും ഉപ്പും ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ സോസും മാവും കോളിഫ്ലവറിൽ നന്നായി പറ്റി പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. സോസും മാവും കോളിഫ്ലവറിൽ നന്നായി പറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വാങ്ങാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക.